രാഷ്ട്രീയമായി CPIM-ന്റെ ഏതെങ്കിലും പ്രതിനിധികൾ കളവിന് കൂട്ടുനിന്നു എന്ന് ആരോപിക്കുന്ന ഒരു വസ്തുതയും താങ്കൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പല വാചകം പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ശബരിമല യുവതീ പ്രവേശ കാര്യത്തിൽ CPM-ന്റെയും സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ്? ഒടുവിലെന്നല്ല, എന്നും അന്നും ഇന്നും ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. അതിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ പോയിന്റ് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ. നമ്പർ 1, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ, ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല, ഞങ്ങളുടെ പരിപാടിയല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. അതുകൊണ്ട് ഒരു ആരാധനാലയത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ നിലപാട് അതാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പുറപ്പെട്ടില്ല. യുവതികൾ എന്തൊക്കെ നമ്മൾ കണ്ടെന്നേ. സിമ്പിൾ ചോദ്യമാണ്. യുവതി പ്രവേശം വേണോ വേണ്ടോ? എന്താണ് താങ്കളുടെ CPM-ന്റെ നിലപാട്? അല്ല, അയ്യപ്പദാസ് കണ്ടത്, അയ്യപ്പദാസ് ഇപ്പോഴും എന്താ നടന്നെന്ന് മനസ്സിലായിട്ടില്ല. അയ്യപ്പദാസ് ആദ്യം മനസ്സിലാക്കണം എന്താ പറയണമെന്ന് കേൾക്കാൻ. അങ്ങ് കേൾക്കുന്നയാളാണ്. ഞാൻ അങ്ങോട്ട് ദയവായി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഒരമ്പലത്തിലെയോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റുക എന്ന പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല. 2018 ഞങ്ങൾ അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. പ്രശ്നം എന്താണ്? പ്രശ്നം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം, ആ തത്വം ശബരിമലയിലും ബാധകമാണെന്ന് ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ ആ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാപരമായ തീരുമാനം സർക്കാരിന് ബാധകമാണ്. അല്ല, ആ സമയത്ത് സർക്കാർ ഭരിക്കുന്ന കാലമല്ലേ ശ്രീ അനിൽകുമാർ? LDF സർക്കാരിൽ നിലപാടൊന്നും പറഞ്ഞിട്ടില്ലേ കോടതിയിൽ? അതെ, LDF സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ എഴുതി കൊടുത്തു. പറയല്ല, എഴുതിയാ കൊടുത്തത്. എഴുതി കൊടുത്തതിൽ പറയുന്നത്, ശബരിമല എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച് ഉന്നതസ്ഥാനീയരായ മതപണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിക്കണം. അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണം. അയ്യപ്പ സംഗമം വിശ്വാസികൾക്ക് വേണ്ടി LDF എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചോദ്യം ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും അറ്റൻഡ് ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യുവതി പ്രവേശം വേണ്ട എന്നുള്ളതാണ് നിലപാടെന്ന്. പക്ഷെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇത് വിശ്വാസികൾക്ക് ഒപ്പം എന്ന് ഇന്ന് താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവർത്തിച്ച് പറയുന്നത് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, ശബരിമലയിൽ യുവതി പ്രവേശം വേണോ വേണ്ടയോ? ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇടതുപക്ഷ കേരള സർക്കാരല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. അല്ല, സർക്കാർ അതാ പറയണത്. സർക്കാരിന്റെ നിലപാട് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തത് എന്താണ്? അതിന്റെ നിലപാട് ഞാൻ പറയാം, ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ഇന്ന് പറയുന്ന നിലപാടല്ല, ഞങ്ങൾ എഴുതി കൊടുത്ത നിലപാടാണ് ഞാൻ പറയുന്നത്. പക്ഷേ പറയാനും വയ്യ. ഇത് നിങ്ങളുടെ നേടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലാകാത്തവരെല്ലാം നമ്മൾ പോത്തുകളെന്ന് പറയുന്നു. ഉദാഹരണത്തിന് വിഷമിക്കണ്ട, ശ്രീ അനിൽകുമാർ പറയൂ. അത് തന്നെയാണ് പറഞ്ഞത്. യെസ്, ഞങ്ങളുടെ നയം കൃത്യമായിട്ട് പറയാം. ഒന്ന്, ഒരു ആരാധനാലയത്തിലെ ഏതെങ്കിലും ആചാരങ്ങളെ സംബന്ധിച്ച് CPM-ന് രാഷ്ട്രീയ തീരുമാനമില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിലോ പരിപാടിയിലോ ഞങ്ങളത് പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ സംബന്ധിച്ച് എഴുതി കൊടുത്തു. എന്താണ് എഴുതി കൊടുത്തത്? ഞങ്ങൾ എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്, ഹിന്ദുമത സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷനെ വെച്ച് അവരുടെ അഭിപ്രായം സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് ചോദിക്കുന്നത്. ഒറ്റ വാക്യ ഉത്തരവും പറയാവുന്നൊരു കാര്യമുള്ളൂ. യുവതി പ്രവേശം ആകാമോ വേണ്ടയോ? ആകാം, അല്ലെങ്കിൽ വേണ്ട. അതെ, ഇത് പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കോടതി പോയി സതീശൻ തോറ്റല്ലോ. ഇതേപോലെ തന്നെ ഞാനിപ്പോ കൃത്യമായിട്ട് ഞാൻ ജയിക്കാം. ഞങ്ങൾ ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല.
ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല. അപ്പൊ എന്താണ് ഒരിക്കലും നിലപാട് എഴുതി കൊടുത്തിട്ടുണ്ട്? എന്താ എഴുതി കൊടുത്ത നിലപാട്? ശ്രീ ശങ്കുവിന്റെ ഊഴാണ് അടുത്തത്. കുറച്ച് സമയം കിട്ടും, പെട്ടെന്ന് ഇടവേളയ്ക്ക് വരാം. പോയി ചത്തുടടാ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മിനിറ്റിൽ ഞാൻ മറുപടി പറയാം. ആദ്യം വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരം എന്ന് പറയുന്നത് വിവേചനപരമാണ്, സ്ത്രീവിരുദ്ധമാണ്, പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ആചാരമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് പരിഷ്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതാണ്. അന്വേഷണം വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ ആ സത്യവാങ്മൂലം തിരുത്തുകയും ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അതേപടി തുടരട്ടെ എന്ന് പറയുന്നത് പുതിയ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 2016 വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള സത്യവാങ്മൂലം പിൻവലിക്കുകയും പുതിയ സത്യവാങ്മൂലം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തുള്ള സത്യവാങ്മൂലത്തിലേക്ക് റിവേർട്ട് ചെയ്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവരെ വിമർശിച്ചു. ഒരേ കേസിൽ 3 തവണ സത്യവാങ്മൂലം കൊടുക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാദങ്ങൾ ഓറലായിട്ട് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വക്കീല് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരം വിവേചനപരമാണ്, അത് തിരുത്തണം എന്നുള്ള സർക്കാരിന്റെ നിലപാട് ഓറലി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജഡ്ജ്മെന്റിന്റെ ഭാഗവുമാണ്. പിന്നെ ആചാരങ്ങൾ തിരുത്തിയിട്ടാണ് ഈ സമൂഹം ഇവിടെ വരെ എത്തിയത് എന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിച്ചത് ആരാണെന്ന് നമുക്കറിയാം. 50 കോടി രൂപ ചെലവിൽ വനിതാ മതിൽ സംഘടിപ്പിച്ച ആരാണെന്ന് അറിയാം. ഇപ്പൊ തന്ത്രിമാരുടെ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ആള് ഗുരുവായൂരിൽ തന്ത്രിയുമായിട്ട് ചരിത്രം ഉണ്ടെന്നുകൊണ്ട് തന്ത്രിമാരെ ഭീഷണിപ്പെടുത്തിയ കഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആളുകളുടെ മറവിയുടെ മുകളിൽ വല്ലാണ്ട് ബാങ്ക് ചെയ്യരുത്. ആളുകളെല്ലാവരും പെട്ടെന്ന് മറക്കും എന്നത് ഒരു എപ്പോഴും ഉള്ള സൗകര്യമായിട്ട് ഉപയോഗിക്കരുത്.